പല ഫെയിൽഡ് മാരേജസ് കേസ് സ്റ്റഡീസ് നോക്കുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവരുടെ വാല്യൂസ് പാർട്ട്ണറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ വാല്യൂസ് അറിയില്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ആളെ ചൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. ഈ വാല്യൂസാണ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിന് മുന്നോട്ട് സന്തോഷത്തോടെയും പീസ്ഫുള്ളി ഗൈഡ് ചെയ്യുന്നൊരു കാര്യം. അത് മേ ബി ഹോണസ്റ്റി ലെവലിലാവാം, അല്ലെങ്കിൽ ഫാമിലി കോൺസെപ്റ്റിലാവാം, ഗ്രോത്തിലാവാം, ഫ്രീഡം ആവാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് സംബന്ധിച്ചും ആവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാർട്ട്ണർ അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനേക്കാളും ട്രാവലിംഗ്, അഡ്വെഞ്ചർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ക്ലാഷസ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളത്. സോ നിങ്ങളൊരു മാരേജിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്ത് അതിലേക്ക് കിടക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ്ലി നോ എബൌട്ട് വാട്ട് വാല്യൂസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് എഴുതുക. ഒരു 10 ഇമ്പോർട്ടൻറ്റ് വാല്യൂ, അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് ഒരു 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾക്ക് ഈ വാല്യൂസുമായിട്ട് മാച്ച് ചെയ്യാത്ത ഒരാളാണ് എൻ്റെ ലൈഫിൽ വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അത് വെച്ചിട്ട് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. സോ നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങൾക്ക് കൂടെ വേണ്ട ഒരു വാല്യൂ എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക.